ഈ കഥ ആരംഭിക്കുന്നത് ഒരു ലാബിൽ നിന്നാണ്. ജോൺ മാത്യൂസിന്റെ ലാബ്. അവിടേക്കിപ്പം ഗവൺമെന്റിന്റെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോൺ മാത്യൂസൺ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു. പ്ലൂട്ടോണിയം റിഫൈൻ ചെയ്യാനുള്ള പുതിയൊരു പ്രോസസ്സ്. ഇങ്ങനെ ഇയാൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്ലൂട്ടോണിയം 99.997% പ്യുവർ ആയിരിക്കും. അതിന്റെ ആ ഒരു പ്രോസസ്സാണ് ജോൺ മാത്യൂസ് ഇപ്പൊ അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. ഈ പച്ച കളറിലുള്ള ഈ കുപ്പിയിൽ നിറയ്ക്കുന്ന ലിക്വിഡ് പോലുള്ള സാധനമില്ലേ, അതാണ് പ്ലൂട്ടോണിയം. ഇതെല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ശരിക്കും ഇംപ്രസ്ഡ് ആയി. മാത്രമല്ല ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു കാര്യം അവർക്ക് കൺഫേം ആയി. ഈ ജോൺ മാത്യൂസിന് ഈ ഒരൊറ്റ കണ്ടുപിടുത്തം കാരണം ഒരു നോബൽ പ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഈ പ്ലൂട്ടോണിയം? ഇതൊരു കെമിക്കൽ എലമെന്റ് ആണ്, അറ്റോമിക് നമ്പർ 94. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ്, ഫ്യൂവലായിട്ട്. അല്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയർ ഫിഷൻ വെപ്പൺസിൽ ഇതൊരു എക്സ്പ്ലോസീവ് ആയിട്ട് ഉപയോഗിക്കും. അതായത് ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കാൻ ഈ പ്ലൂട്ടോണിയം ആവശ്യമാണ്. പക്ഷെ ഇത് നമ്മുടെ പ്രകൃതിയിൽ വളരെ കുറച്ച് അളവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യുറേനിയം 238 നിന്നാണ് ഇത് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് പോൾ. സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. ഏറ്റവും കൂടുതൽ താല്പര്യം സയൻസിനോട്. ഇവൻ താമസിക്കുന്നത് ഇവന്റെ അമ്മയുടെ കൂടെയാണ്. അച്ഛനുണ്ട്, പക്ഷെ അമ്മയുമായിട്ട് ഡിവോഴ്സായി പുള്ളി ഇപ്പൊ സൗദി അറേബ്യയിലാണ്. അമ്മയുടെ പേര് എലിസബത്ത്. റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ നേരം വെളുക്കാനായി 3 വലിയ ട്രക്കുകൾ ഇപ്പം ഒരു മെഡിക്കൽ കമ്പനിയിലേക്ക് വന്നു. ഈ കമ്പനിയുടെ പേര് മെഡാറ്റോമിക്സ്. ആ ജോൺ മാത്യൂസൺ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഇപ്പൊ അയാൾക്ക് വേണ്ടി ഒരു ലാബ് തുറന്നു കൊടുത്തിരിക്കുകയാണ് അയാളുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഈ മെഡാറ്റോമിക്സ്. എന്നാൽ നാട്ടുകാർക്ക് ഇതൊരു ലാബാണെന്നൊന്നും അറിയത്തില്ല. അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മെഡിക്കൽ കമ്പനിയാണെന്നാണ്. കാരണം വളരെ രഹസ്യമായിട്ടാണ് ജോൺ അതിനകത്ത് പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ട്രക്കുകളൊക്കെ ലാബിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജോൺ വേഗം തന്നെ അവിടുത്തെ ഷട്ടർ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോൾ അവന്റെ ഫ്രണ്ട്സും കൂടെ ഇപ്പൊ സ്കൂളിൽ അവരുടെ ക്ലാസ്സിലാണ്. ഇവരുടെ ക്ലാസ്സിൽ റോളൻഡ് എന്നു പേരുള്ള ഒരു പയ്യനുണ്ട്. അവൻ ഇന്നൊരു പണി കൊടുക്കണം. അതിനുവേണ്ടി പോൾ ഇപ്പോൾ ഒരു ബീക്കറിൽ ഒരു കെമിക്കൽ മിക്സ് ചെയ്യാണ്, നൈട്രജൻ ട്രയോഐഡൈഡ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഇത് തൊട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും, ചെറിയൊരു പൊട്ടിത്തെറി. ഇനി പിള്ളേരുടെ ക്ലാസ്സിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോരോ സിംഗിൾ ഷെൽഫുകൾ ഉണ്ടാവും. ഇപ്പൊ പോള് നേരെ ചെന്നിട്ട് ആ റോളൻഡിന്റെ വലിപ്പ് തുറന്ന് അതിന്റെ 2 സൈഡിലായിട്ട് ആ ലിക്വിഡ് ഒറ്റിച്ചു വെക്കുകയാണ്. എന്നിട്ട് പതുക്കെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഈ സമയമാകുമ്പോഴേക്കും റോളൻഡ് എത്തി. എന്നാൽ അവന്റെ പുറകിലായിട്ട് ഇവരുടെ സാറും വന്നു. അങ്ങനെ ഉടനെ തന്നെ അയാൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അയാളിന്ന് പഠിപ്പിക്കുന്നതോ പ്ലൂട്ടോണിയത്തെ കുറിച്ച്. ഈ പ്ലൂട്ടോണിയം എന്ന് പറയുന്നത് വലിയ അളവിൽ എനർജി റിലീസ് ചെയ്യും. ആറ്റത്തിനെ വിഘടിപ്പിക്കാൻ സാധിക്കുന്ന ഇതിന്റെ ഒരു കഴിവ്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂക്ലിയർ വെപ്പൺസിൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു ഐസോട്ടോപ്പാണ് പ്ലൂട്ടോണിയം 239. ഇതിന്റെ ഹാഫ് ലൈഫ് 24,110 വർഷമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അങ്ങനെ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് സാർ ഇപ്പൊ റോളൻഡിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അവനാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് അതിന് ആൻസറും പറഞ്ഞു. എന്നിട്ട് ഇരിക്കുന്ന സമയം അവൻ ആ വലിപ്പം അങ്ങോട്ട് അടച്ചു. അതോടുകൂടെ അവിടെ ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടായി. ഇപ്പൊ പോളിന്റെ ആ എക്സ്പെരിമെന്റ് സക്സസ് ആയല്ലോ. അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. റോളൻഡ് ആണെങ്കിൽ ഇത് ഇവന്റെ പണിയാണെന്നും പറഞ്ഞിട്ട് പോളിനെ കാണിച്ചു കൊടുത്തു. സാറും ദേഷ്യത്തോടെ അവനും നോക്കി. എന്നാൽ അവനാണെങ്കിൽ ചിരിച്ചു കാണിക്കുകയാണ്. അങ്ങനെ സമയം വൈകുന്നേരമായി. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ പോള് ചെല്ലുമ്പോഴാണ് അവന്റെ ഫ്രണ്ടായ ജെന്നിയെ കാണുന്നത്. അപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ചെറിയൊരു പ്രശ്നത്തിലാണ്. അതായത് അവൾ അവളുടെ കാറിന്റെ കീ കാറിനകത്തെ ഗ്ലൗ ബോക്സിനകത്താണ് വെച്ചിരുന്നത്. എന്നാൽ ഗ്ലൗ ബോക്സിന്റെ കീ ഇപ്പൊ കാണുന്നില്ല. ആ കാര്യം അവൾ അവന്റെ അടുത്ത് പറയുമ്പോൾ അവൻ ചോദിക്കുന്നത് നിന്റെ അടുത്ത് നെയിൽ കട്ടർ ഉണ്ടോന്നാണ്. അവൾ അത് എടുത്തു കൊടുത്തു കഴിയുമ്പോൾ അവൻ അത് വെച്ചിട്ട് കൂളായിട്ട് ആ ഗ്ലൗ ബോക്സ് തുറന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ച് അവൾ പോകാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. എടാ, ഞായറാഴ്ച നിനക്ക് എന്താ പരിപാടി? രാത്രി പരിപാടി ഒന്നുമില്ലെന്ന് അവൻ പറയുമ്പോൾ എന്നാ പിന്നെ നീ എന്റെ വീട്ടിലേക്ക് വാ, നമുക്കൊരു കമ്പൈൻ സ്റ്റഡി നടത്താം. പിന്നെന്താ, ഉറപ്പായിട്ടും വരാം എന്ന് അവനും പറഞ്ഞു. ഇതേ സമയം തന്നെ ആ പോള് നേരെ പോയിരിക്കുന്നത് എലിസബത്തിന്റെ ഓഫീസിലേക്കാണ്. അയാളിപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയല്ലോ, അയാൾക്കൊരു ഫ്ലാറ്റ് വേണം. ആ കാര്യം ചോദിക്കാനാണ് അയാൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എലിസബത്ത് ആണെങ്കിൽ കുറേയൊക്കെ ഫ്ലാറ്റിന്റെ കാര്യങ്ങളൊക്കെ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അതിലൊന്ന് അയാൾ സെലക്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല കുറച്ച് സമയമായിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അവളുടെ ആ സംസാരത്തിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. അതായത് അവളൊരു സിംഗിൾ മദറാണ്. ഇയാൾക്കാണെങ്കിൽ അവളോടൊരു ഇഷ്ടവും തോന്നി. അതുകൊണ്ട് തന്നെ അയാൾ അവളൊരു ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ഈ സമയത്താണ് പോൾ അങ്ങോട്ട് വരുന്നത്. പോൾ അങ്ങോട്ട് വന്നിട്ട് അയാളെ പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് പോളിന്റെ കയ്യിലിരിക്കുന്ന സയൻസിന്റെ പുസ്തകങ്ങളൊക്കെ അയാൾ ശ്രദ്ധിക്കുന്നത്. ഓ, നീ സയൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണല്ലേ. എങ്കിലും ഒരു കാര്യം ചെയ്യ്, എന്റെ ലാബിലേക്ക് വാ, നിനക്ക് പല കാര്യങ്ങളും ഞാൻ അവിടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവന് ഇൻവിറ്റേഷൻ കൊടുത്തു. അവനും ഭയങ്കര സന്തോഷമായി. ഞായറാഴ്ച രാവിലെ വരാനാണ് അയാൾ അവന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച രാവിലെ തന്നെ അവൻ സൈക്കിളും എടുത്ത് നേരെ ലാബിലേക്ക് പുറപ്പെട്ടു. ഇവനെ സംബന്ധിച്ച് ഇവനും അറിയാവുന്നത് ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണെന്ന് മാത്രമാണ്. ആ ലാബിന്റെ മുമ്പിലായിട്ട് വലിയൊരു ഗേറ്റ് ഉണ്ട്. അവിടുത്തെ ക്യാമറയിൽ നോക്കി റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് പെർമിഷൻ എടുക്കണം, എങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റി കൊടുത്തുള്ളൂ. ഇപ്പൊ ജോണാണ് തന്നോട് വരാൻ പറഞ്ഞതെന്ന് അറിയുമ്പോൾ റിസപ്ഷനിലുള്ള ആള് അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. അതിന് തുറന്ന് അവൻ അകത്തേക്ക് ചെന്നു. ഈ സമയം അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വേറൊരാള് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അയാളാണ് അവനെ ജോണിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു വന്നത്. അവരിപ്പോ നടക്കുന്നത് വലിയൊരു കോറിഡോറിലൂടെയാണ്. വളരെ കൗതുകത്തോടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൻ മുന്നോട്ട് നടക്കുന്നത്. ഈ സമയത്താണ് പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ചുമരിലായിട്ട് ക്യാമറ പോലെ എന്തൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് ആ സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അത് മോഷൻ ഡിറ്റക്ടേഴ്സ് ആണ്. ഇതിനു മുമ്പ് കൂടെ എന്ത് അനക്കം ഉണ്ടായാലും അത് അപ്പം തന്നെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ പോൾ ഇപ്പൊ ജോണിന്റെ ലാബിലേക്ക് എത്തി.
ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലാബ് അവൻ കാണുന്നത്. അതുകൊണ്ട് വളരെ അത്ഭുതത്തോടെയാണ് അവൻ അതിലെ നോക്കി നടക്കുന്നത്. ഈ സമയം നോക്കുമ്പോൾ അവിടെ വലിയൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലായിട്ട് ഒരു മെഷീൻ, അതിപ്പോ പച്ച നിറത്തിലുള്ള ലിക്വിഡുകൾ അടങ്ങിയ കുപ്പികൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണ്. കുറച്ചു സമയം പോള് അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ഈ സമയത്താണ് ആ സയന്റിസ്റ്റ് വന്ന് അവന് ജോണിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനെ തുറന്ന് ജോൺ ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പോളിന് ലേസറുകളെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ആദ്യം അയാൾ അവന് കാണിച്ചു കൊടുക്കുന്നത് ആ ലേസറിന്റെ സെക്ഷനാണ്. അയാളിപ്പോൾ ഒരു സിഗാർ ആ ലേസർ വെച്ച് കത്തിക്കുന്നൊക്കെ അവന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അയാൾ തടിച്ചൊരു മെറ്റലിന്റെ കഷ്ണം എടുത്തു, നല്ല വീതിയുള്ളത്. എന്നിട്ട് ആ ലേസർ വെച്ച് അതിൽ ഓട്ടയിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവനാണെങ്കിൽ ശരിക്കും ത്രില്ലടിച്ചു പോയി. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അതിൽ നടക്കുമ്പോഴാണ് അവൻ ആ കണ്ടെയ്നറിന്റെ അകത്ത് കണ്ട ആ പച്ച ലിക്വിഡിനെ കുറിച്ച് ചോദിക്കുന്നത്. അതെന്താണ് സംഭവം? അതേക്കുന്ന അയാൾ പറയുന്നത് അത് അമരീസിയം 241, ഇതാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അമരീസിയം എന്ന് പറയുന്നതും ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ അവനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഒരു കായലിന്റെ അടുത്തേക്ക്. അവിടേക്ക് എത്തിയതിനു ശേഷം അയാൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അവന്റെ അച്ഛന്റെ കാര്യങ്ങളാണ്. അവൻ അതിന് മറുപടിയും കൊടുത്തു. പുള്ളി ഇപ്പൊ സൗദി അറേബ്യയിലാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് താഴെയുള്ള ഒരു ചെടിയാണ്. ഈ ചെടിയുടെ പേര് ക്ലോവർ. സാധാരണ ഇതിന് 3 ഇലകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ അതിന്റെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചൊരു വേരിയന്റ് ഉണ്ട്. അതിന് 4 ഇലകളാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതിനാണെങ്കിലോ 5 എണ്ണം ഉണ്ട്. അത് കാണുമ്പോൾ അവന് ഡൗട്ടായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം ചെടി ഇങ്ങോട്ട് പറിച്ചെടുത്തു. ഈ സമയത്താണ് എന്താണ് കാര്യം എന്ന് വെച്ചിട്ട് അയാൾ അവനെ വിളിക്കുന്നത്. ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ സമയം വൈകുന്നേരമായി. ഇപ്പൊ അവർ 3 പേരും ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് എലിസബത്ത് പോളിന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഇവിടുത്തെ AC കാറിന് എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു. ഞാനാണെങ്കിൽ സെറ്റർ എടുക്കാൻ മറന്നുപോയി. സെറ്റർ ജോണിന്റെ കാറിലുണ്ട്, നീ പോയിട്ട് അതൊന്ന് എടുത്തോണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവള് പോളിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ പോൾ നേരെ ജോണിന്റെ കാറിലേക്ക് എത്തി. അതൊരു കിടിലൻ കാറായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവൻ അതിന്റെ അകത്തിരുന്നു. ഈ സമയത്താണ് അവൻ അതിന്റെ ഗ്ലൗ ബോക്സ് ശ്രദ്ധിക്കുന്നത്. അത് പൂട്ടിക്കിടക്കാണ്. എങ്കിലും അവനത് കുത്തി തുറന്നു. അതിനകത്ത് ഉണ്ടായിരുന്നത് അയാളുടെ ആക്സസ് കാർഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ അവൻ ആ ഗൗൺ എടുത്തിട്ട് അവന്റെ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. എന്റെ അവൻ പറയുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എനിക്കിന്നൊരു ഡേറ്റിംഗ് ഉണ്ടെന്നാണ്. അതേക്കുമ്പോൾ പോലെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജോൺ അവനൊരു ചെറിയ ബോക്സ് കൊടുക്കുകയാണ്. ആ ബോക്സിനകത്ത് 4 നീല കളറുള്ള ബോൾ ഉണ്ട്. ആ ബോക്സ് ഇങ്ങനെ ഇളക്കി ആ ബോളുകൾ അതിന്റെ 4 മൂലക്കിലേക്ക് ആക്കണം. അങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അത് അവന്റെ അടുത്ത് കൊടുക്കുന്നത്. എന്നാൽ പോളിനെ സംബന്ധിച്ച് അത് അവന് പൂ പറിക്കുന്ന പോലെയുള്ളൂ. അവനത് ടേബിളിൽ വെച്ചൊരൊറ്റ കറക്കം. അതോടുകൂടെ ആ 4 ബോളുകളും അതിന്റെ 4 കോർണറിലേക്കായി. അത് കണ്ട് ജോൺ ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോൾ നേരെ പോകുന്നത് ജെന്നിയുടെ വീട്ടിലേക്കാണ്. അവളുടെ ഒരു ചെറിയ ബ്രദറും അവിടെ ഇരിക്കുന്നുണ്ട്. അവനിപ്പോൾ അവന്റെ സംശയങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയാൻ തുടങ്ങി. ആ ലാബിൽ ഞാൻ പ്ലൂട്ടോണിയം കണ്ടതാണ്. അതൊരു മരുന്നുണ്ടാക്കുന്ന കമ്പനിയാണ് എന്നാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. മരുന്നുണ്ടാക്കുന്ന കമ്പനിയിൽ എന്തിനാണ് പ്ലൂട്ടോണിയം? പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസിലും അതുപോലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലുമാണ്. മാത്രമല്ല ആ ലാബിന്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടല്ലോ. അതിന്റെ ആവശ്യം എന്താണ്? അതൊക്കെ പോട്ടെ, നീ ഇത് കണ്ടില്ലേ? ആ ലാബിന്റെ അടുത്ത് എനിക്ക് കിട്ടിയ ചെടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ ചെടി അവൾക്ക് കാണിച്ചു കൊടുത്തു. ഇതിൽ 5 ഇലകളുണ്ട്. നാച്ചുറലി ഒരിക്കലും ഇതിനിങ്ങനെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കത്തില്ല. ഒന്നുകിൽ കെമിക്കൽസ് അല്ലെങ്കിൽ റേഡിയേഷൻ. അത് കാരണമാണ് ഇതിനിങ്ങനെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. അവൻ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ചെടി കണ്ടിട്ടാണോ നീ ഇങ്ങനത്തെ കൺക്ലൂഷനിലൊക്കെ എത്തിയിരിക്കുന്നത്? ഒരു ചെടിയല്ല ജെന്നി, വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പറിച്ചെടുത്ത കുറെ ചെടികൾ കൂടെ അവൾക്ക് കാണിച്ചു കൊടുത്തു. അത് കാണുമ്പോൾ അവക്കൊരു ഞെട്ടലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയിക്കണ്ടേ? ഇതിങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഇനി അവരവിടെ ബോംബാണോ ഉണ്ടാക്കുന്നത് എന്ന് ആർക്കറിയാം? അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുന്നത് ആരെങ്കിലുമൊക്കെ അറിയിക്കാൻ വരട്ടെ, അതിനു മുമ്പ് നമുക്ക് ആദ്യം അതിനകത്തൊന്ന് കയറി നോക്കാം. ഇപ്പോഴാണെങ്കിൽ നല്ല ഇടിയും മഴയുണ്ട്. ഇതാണ് പറ്റിയ അവസരം. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറ ഡിസേബിൾ ചെയ്യേണ്ടി വരും. മാത്രമല്ല അവിടുത്തെ മോഷൻ ഡിറ്റക്ടർ ഉണ്ടല്ലോ, അതിലും എന്തെങ്കിലും ഒരു ഉടായ്പ ചെയ്യേണ്ടി വരും. അതെങ്ങനെ അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇടിയും മിന്നലിൽ അടിച്ചു പോയതായിരിക്കും എന്നേ അവർ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴാണ് പറ്റിയ അവസരം എന്ന് ഞാൻ പറഞ്ഞത്. അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അപകടമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അവർക്ക് ചെയ്യാനുള്ളത് ആ പ്ലൂട്ടോണിയത്തിന്റെ കാര്യമാണ്. അവിടെ നിന്നൊരു കുപ്പി പ്ലൂട്ടോണിയം എടുക്കുമ്പോൾ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി തിരിച്ചൊരെണ്ണം അവിടെ വെക്കണമല്ലോ. അതിന് പച്ച കളറുള്ള ഒരു ജെൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ച കളറുള്ള ഷാംപൂല് ഗ്ലിറ്റർ ആഡ് ചെയ്തിട്ടാണ് അവൻ പ്ലൂട്ടോണിയം പോലുള്ള ആ ജെൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ വേഗം പാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് കയറാൻ വേണ്ടി ആക്സസ് കാർഡ് വേണം. അതിനുവേണ്ടി പോളും അവളും കൂടെ നേരെ പോകുന്ന പോളിന്റെ വീട്ടിലേക്കാണ്. ജോൺ അവന്റെ അമ്മയുമായിട്ട് അവിടെ പഞ്ചാര അടിച്ചുകൊണ്ടിരിപ്പുണ്ടാവും എന്ന കാര്യം പോളിന് അറിയാം. അവനിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ഊഹിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ. അയാൾ അവിടെ വീട്ടിൽ അമ്മയായിട്ട് സംസാരിച്ചിരിപ്പുണ്ട്. ഈ ഒരു അവസരത്തിൽ അവൻ അയാളുടെ കാറിലേക്ക് കയറി അതിന്റെ ആ ബോക്സ് കുത്തി തുറന്ന് അയാളുടെ ആക്സസ് കാർഡ് എടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ലാബിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ ഇവർക്ക് നേരെ ആ ലാബിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. അതിനും അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ ഒരു ടയറിലെ കാറ്റ് മൊത്തം ഊരിവിടാണ്. എന്നിട്ട് അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കിക്കകത്ത് കയറി. അതിനുശേഷം പ്ലാൻ പ്രകാരം അവിടുത്തെ ക്യാമറ നോക്കി അവൾ ആ ലാബിലെ സെക്യൂരിറ്റിനെ വിളിക്കുകയാണ്. സെക്യൂരിറ്റി എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ഞാൻ എന്റെ സിസ്റ്ററിനെ അന്വേഷിച്ച് വന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വഴി തെറ്റി. എന്റെ കാറിന്റെ ടയർ ആണെങ്കിൽ പഞ്ചറാവുകയും ചെയ്തു. എനിക്കാണെങ്കിൽ വല്ലാതെ പേടിയാവുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ?
അവൾ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൾ ചെറിയൊരു പെണ്ണായതുകൊണ്ട് അയാൾ അതിന് സമ്മതിച്ചു. നീ കയറിപ്പോരെ, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അതിനെ തുറന്ന് അവൾ വേഗം വണ്ടി അകത്തേക്ക് എടുത്തു. എന്റെ പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ അവൾ വണ്ടി നിർത്തി. ഇനിയിപ്പോൾ അവനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഇപ്പൊ അവർ ക്യാമറയിൽ നിന്ന് മാറുകയും ചെയ്തു. അതുകൊണ്ട് അവൻ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേറൊരു ഭാഗത്തു കൂടെ ആ ലാബിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവൾ വണ്ടിയും കൊണ്ട് ലാബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സെക്യൂരിറ്റി ഇറങ്ങി വന്നു. അയാൾ നോക്കുമ്പോൾ ടയർ പഞ്ചറാണ്. അതുകൊണ്ട് അയാൾ ഇപ്പൊ സ്റ്റെപ്പിനുണ്ടോന്ന് ചോദിച്ചു. അവൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെയും കൊണ്ട് പുറകിലേക്ക് പോയി. ഈ ഒരു സമയത്ത് പോളാണെങ്കിൽ ലാബിന്റെ ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ ലാബിന്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ റിസപ്ഷനിലേക്ക് എത്തുമ്പോൾ മറ്റേ CCTV ക്യാമറയുടെ കുറെ ടിവികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഓഫ് ആക്കണം. അതിനുവേണ്ടി അവൻ താഴേക്ക് ഇരുന്ന് ആ ടിവിയുടെ ബട്ടൺ ഓഫ് ചെയ്തു. മാത്രമല്ല ഇനി അയാൾ അത് ഓണാക്കാതിരിക്കാൻ വേണ്ടി അവൻ ആ ബട്ടൺ ഊരിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ പണി തീരുമ്പോഴാണ് ആ സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൻ വേഗം തന്നെ അവിടുന്ന് മാറി. അങ്ങനെ സെക്യൂരിറ്റി അങ്ങോട്ട് വന്ന് ഫോൺ എടുത്ത് ടയർ മാറ്റാനുള്ള ആളെ വിളിക്കുകയാണ്. അതിനിടയിലാണ് ആ TV ഓഫായി കിടക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അയാളെ കൊണ്ട് ആ TV റെഡിയാക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അയാൾ വിചാരിച്ചിരിക്കുന്നത് ഇടിമിന്നലേറ്റിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ്. അതുകൊണ്ട് അയാൾ ഫോൺ എടുത്തിട്ട് അവിടുത്തെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഇടിമിന്നലേറ്റ് ഇവിടുത്തെ CCTV ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ സമയം പോളാണെങ്കിൽ ആ കോറിഡോറിലേക്ക് എത്തി. ഇനിയിപ്പോൾ അവൻ അടുത്തായിട്ട് നേരിടേണ്ടത് ആ മോഷൻ ഡിക്റ്റേറ്റേഴ്സിനെയാണ്. അതിനും അവനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ചെറുപ്പത്തിൽ ഡിസ്ക് എറിഞ്ഞ് കളിക്കത്തില്ലേ, അതുപോലത്തെ 2 ഡിസ്ക് അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പം അവൻ ആ കോറിഡോറിലൂടെ മുന്നോട്ട് കയറിയാണ്. അതിങ്ങനെ അതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ മോഷൻ ഡിക്റ്റേറ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് ഓണായി. ഇതെല്ലാം റിസപ്ഷനിൽ നിന്ന് സെക്യൂരിറ്റിയും കാണുന്നുണ്ട്. അപ്പൊ അതും കംപ്ലൈന്റ് ആയി എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കാര്യം കൂടെ അയാൾ ഇപ്പൊ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും പോളാണെങ്കിൽ ആ ലാബിലേക്ക് കയറി. ഇനിയിപ്പോൾ അവിടുന്ന് ഒരു കുപ്പി പ്ലൂട്ടോണി അടിച്ചു മാറ്റണം. അതിനുവേണ്ടി അവൻ ഒരു ബാഗ് എടുത്തു. എന്നാൽ ഈ സമയത്താണ് ആ സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൻ അവിടേക്ക് മറിഞ്ഞിരുന്നു. പക്ഷെ അയാൾ അവിടെ ഒന്ന് നോക്കിയിട്ട് അവിടെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ അവിടുന്ന് ഒരു കുപ്പി എടുത്തു. എന്നിട്ട് അവൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഷാമ്പു ഉണ്ടല്ലോ അത് അതിലേക്ക് നിറയ്ക്കുകയാണ്. പ്ലൂട്ടോണി എന്ന് പറയുന്നത് സിൽവർ കളറിലാണ് ഇരിക്കുന്നത്. അത് ഈ ജെല്ലിൽ മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. അത് അരിച്ചു കഴിഞ്ഞാലേ പ്യൂർ ആയിട്ടുള്ള പ്ലൂട്ടോണിയം കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ കുറെ കുപ്പി പ്ലൂട്ടോണിയുള്ള ആ വലിയ കണ്ടെയ്നർ ഉണ്ടല്ലോ, ആ മെഷീൻ വെച്ച് അതിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കണം. അതാണ് അവൻ അടുത്തായിട്ട് ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ മെഷീൻ കൺട്രോൾ ചെയ്ത് ഒരു പ്ലൂട്ടോണിയത്തിന് കുപ്പി വെളിയിലേക്ക് എടുത്തു. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം അവൻ കൊണ്ടുവന്ന ജെല്ല് ആ ആമിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് തുറന്ന് ആ മെഷീൻ അത് തിരിച്ചു വെക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ പുറത്താണെങ്കിൽ ആ സർവീസിന്റെ ആള് വന്നു. അയാളിപ്പോൾ അവിടെ കാറൊക്കെ ചെക്ക് ചെയ്യാണ്. ഇതേസമയം തന്നെ പോളാണെങ്കിൽ ആ പ്ലൂട്ടോണിയം ഒരു റിമോട്ട് കാറിന്റെ പുറകിലേക്ക് ഒട്ടിച്ചു വെക്കുകയാണ്. കാരണം ഈ സാധനം കൊണ്ട് വെളിയിലേക്ക് പോകണല്ലോ. അവനത് കൈ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങാനും പിടിക്കപ്പെട്ട അത് പ്രശ്നമാണ്. അവനെ മാത്രം പിടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ടാണ് അവൻ ഈ ഒരു ഐഡിയ പ്രയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ആ കാറ് പുറത്തേക്ക് വെക്കണമല്ലോ. അതിനുവേണ്ടി അവൻ അവിടുത്തെ ഭിത്തിയിലെ ഒരു ഭാഗം ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന്റെ പകുതി ഭാഗം സ്പോഞ്ചാണ്. എന്നാൽ സ്പോഞ്ച് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് മെറ്റലാണ്. അത് അവന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനും അവനൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. അതാ ലേസറാണ്. പക്ഷെ ലേസർ കുറച്ച് അപ്പുറത്താണല്ലോ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഭിത്തിയിലേക്ക് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ലേസർ അടിക്കുന്ന 2 കണ്ണാടി എടുത്ത് അവൻ 2 ഭാഗത്ത് ഫിക്സ് ചെയ്തു. അതിനുശേഷം അവൻ ആ ലേസർ ഓണാക്കി. ലേസർ ഓണാക്കി കഴിഞ്ഞപ്പം ആദ്യം അത് ഫസ്റ്റ് കണ്ണാടിയിൽ തട്ടി. എന്റെ അത് റിഫ്ലക്ട് ചെയ്ത് 2ാമത്തെ കണ്ണാടിയിൽ തട്ടി. എന്റെ അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് അവന് കട്ട് ചെയ്യേണ്ട ആ ഭിത്തിയുടെ ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവൻ ആ ലേസറിന്റെ തീവ്രത കൂട്ടി. അതിന് തുറന്ന് ആ ഭാഗം കട്ടാവുകയും ചെയ്തു. അങ്ങനെ അത് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം അവൻ ആ കാർ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. അതിനുശേഷം ആ ഭിത്തി പഴയതുപോലെ അടച്ച് അവൻ ആ ലാബിന്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവൻ നേരെ പോകുന്നത് ആ റിസപ്ഷനിലേക്കാണ്. എന്നിട്ട് അവൻ ആ ഊരിയെടുത്ത സ്വിച്ച് ഉണ്ടല്ലോ അത് അതിന്റെ സ്ഥാനത്ത് തന്നെ വെച്ചു. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഒരു കപ്പ് കോഫി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ അടുത്തായിട്ട് ഷുഗർ. അവൻ ഉടനെ തന്നെ കുറച്ച് ഷുഗർ എടുത്ത് ആ കോഫിയിലേക്ക് ഇടാണ്. എന്നിട്ടാണ് അവൻ വെളിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവൻ നേരെ ഇറങ്ങി വരുന്നത് ജെന്നിയുടെ മുമ്പിലേക്കാണ്. ഈ സമയം അയാളാണെങ്കിൽ ടയർ അവിടെ ശരിയാക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ അവനെ കാണുന്നില്ല. അവനിപ്പോ പതുക്കെ ജെന്നിയുടെ അടുത്ത് 5 മിനിറ്റിനകം അപ്പുറത്തേക്ക് വരണമെന്നും പറഞ്ഞിട്ട് അവൻ വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ വേഗത്തിന് ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് എത്തി. ഇനിയിപ്പം ആ കാർ എടുക്കണം. അതിനുവേണ്ടി അവൻ അതിന് റിമോട്ട് കൺട്രോൾ എടുക്കുകയാണ്. എന്നിട്ട് ആ റിമോട്ട് ഉപയോഗിച്ച് ആ കാർ ഇങ്ങനെ അവൻ വെളിയിലേക്ക് എടുക്കുമ്പോഴാണ് ആ സെക്യൂരിറ്റി വരുന്നത്. ആ കാർ ഉരുളുന്ന ശബ്ദം കേൾക്കുമ്പോൾ അയാൾക്ക് ഡൗട്ട് തോന്നി. അയാൾ അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അയാൾ നോക്കുന്നതിനനുസരിച്ച് അവൻ ആ റിമോട്ട് വെച്ച് ആ കാറിന്റെ സ്ഥാനം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാൾ കാർ കാണുന്നില്ല. ഈ ഒരു അവസരത്തിൽ അവൻ കാർ വെളിയിലേക്ക് എടുക്കുകയും ചെയ്തു. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ടയറൊക്കെ റെഡിയാക്കി അവളും അങ്ങോട്ട് എത്തി. അതിന് തുറന്ന് അവൻ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ഡിക്കിലേക്ക് കയറി. ഇതേസമയം തന്നെ ആ സെക്യൂരിറ്റി ആണെങ്കിൽ ഇവരുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വരാത്തോണ്ട് അവിടുത്തെ TV നേരെയാക്കാൻ വേണ്ടി ആ മെക്കാനിക്കിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മെക്കാനിക്ക് നോക്കുമ്പോൾ ആ സ്വിച്ച് ഓഫാണ്. അയാൾ അത് ഓണാക്കി. അതിന് തുറന്ന് TV ഓണാവുകയും ചെയ്തു. അങ്ങനെ TV ഒക്കെ ശരിയാക്കി കഴിഞ്ഞ് സെക്യൂരിറ്റി കുടിക്കാൻ വേണ്ടി കോഫി എടുക്കുമ്പോഴാണ് ജെന്നി ഗേറ്റിന്റെ അവിടുന്ന് ഹോൺ അടിക്കുന്നത്. അത് കണ്ടതും അയാൾ ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നിട്ട് അയാൾ കോഫി കുടിക്കുകയാണ്. പക്ഷെ കോഫിയിൽ ഇപ്പോൾ മധുരം ഉണ്ടാവുമ്പോൾ അയാൾക്ക് എന്തൊരു സംശയം തോന്നുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവരാണെങ്കിൽ കാറും കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ജെന്നിയും പോളും ഇപ്പോൾ പോളിന്റെ വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോൾ ആക്സസ് കാർഡ് തിരിച്ചു വെക്കണമല്ലോ. ഈ ജെന്നി ഒരു ജേർണലിസ്റ്റ് ആണ്. നമുക്ക് ഈ വിവരം ഞാനൊരു സ്റ്റോറി ആയിട്ട് കൊടുക്കട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ജെന്നി. നീ എന്താണ് സ്റ്റോറി ആയിട്ട് കൊടുക്കാൻ പോകുന്നത്? നമ്മൾ അവിടെ നിന്ന് പ്ലൂട്ടോണി എടുത്തുന്നോ? നമ്മളെപ്പോലത്തെ 2 പിള്ളേർ ലാബിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് വെച്ചിട്ട് അതൊന്നും ആവാൻ പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്.
ഈ പ്ലൂട്ടോണിയം വെച്ച് നമുക്കൊരു ആറ്റം ബോംബ് ഉണ്ടാക്കിയാലോ? അങ്ങനെ എങ്ങാനും നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആ ലാബ് എത്രത്തോളം ഡേഞ്ചർ ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റും. മാത്രമല്ല പ്രൈവറ്റായിട്ട് ആദ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കി എന്ന പേര് കിട്ടാൻ പോകുന്നത് എനിക്കായിരിക്കും. അതാണ് നീ സ്റ്റോറി ആയിട്ട് കൊടുക്കേണ്ടത്. അത് നിനക്കും ഗുണമേ ചെയ്യത്തുള്ളൂ. പക്ഷെ അവനത് പറയുമ്പോൾ അവൾ ചോദിക്കുന്നത്, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ലേ? എന്ത് ഡേഞ്ചർ? നമ്മളത് ഉണ്ടാക്കുന്നേ ഉള്ളൂ, അത് ഓണാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കൺവിൻസ് ചെയ്യാണ്. അതിനുശേഷം അവൻ ആക്സസ് കാർഡ് എടുത്തിട്ട് ജോണിന്റെ കാറിലേക്ക് തിരിച്ചു വയ്ക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് കാണിക്കുന്നത് ബോംബ് ഉണ്ടാക്കാനുള്ള ഇവരുടെ റിസർച്ചാണ്. കുറേ ദിവസം അവൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അവൻ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ആ ബോംബ് ഫിക്സ് ചെയ്യാനുള്ള ഒരു കേസാണ്. അതിനുശേഷമാണ് അവൻ ബോംബിന്റെ പണി തുടങ്ങുന്നത്. ഒരു ഫുട്ബോളിന്റെ മാതൃകയാണ് അവൻ അതിന് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ ശ്രമത്തിന് ശേഷം അവൻ ആ ബോംബ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സിൽവർ കളറുള്ള ബോൾ കണ്ടില്ലേ, ഇതാണ് ആ ബോംബ്. ഇതേസമയം തന്നെ ലാബിലാണെങ്കിൽ അവൻ അവിടെ വെച്ച ഷാമ്പു ഉണ്ടല്ലോ, അത് അവർ പിടിച്ചു. അത് ഷാമ്പു ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഞായറാഴ്ച രാത്രി ജോണിന്റെ ആക്സസ് കാർഡ് ഉപയോഗിച്ചിട്ട് ആരും ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. പക്ഷെ ഇത് വെളിയിൽ അറിഞ്ഞ പ്രശ്നമാണ്. അയാളുടെ റിസർച്ച് മൊത്തം പൂട്ടിക്കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഇതിപ്പോൾ ആരോടും പറയണ്ട എന്നാണ് ജോൺ അയാളുടെ കൂടെ നിൽക്കുന്ന സയന്റിസ്റ്റിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ അയാൾ സമ്മതിക്കുന്നില്ല. നമുക്കിത് ഉടനെ തന്നെ പുറത്ത് അറിയിച്ചേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം പോളാണെങ്കിൽ അവനുണ്ടാക്കിയ ബോംബ് എടുത്ത് ഒരു തുണിയിലേക്ക് പൊതിഞ്ഞു. എന്നിട്ട് അതെടുത്ത് ഒരു മരത്തിന്റെ ബോക്സിലേക്ക് വെക്കുകയാണ്. മാത്രമല്ല അതിന്റെ ആ കേസ് ഉണ്ടല്ലോ, അതും ആ ബോക്സിലേക്ക് വെച്ചു. എന്നിട്ട് അത് ഭദ്രമായിട്ട് പൂട്ടിവെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ജോൺ ഇപ്പോൾ പോളിന്റെ വീട്ടിലേക്ക് വിളിച്ചു. അവന്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്. ജോൺ വിളിച്ചോടനെ ചോദിക്കുന്നത് പോൾ എവിടെയെന്നാണ്. ഈ സമയം എലിസബത്ത് പറയുന്നത് അവനൊരു സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് ന്യൂയോർക്കിലേക്ക് പോയെന്നാണ്. ആ സയൻസ് എക്സിബിഷനിൽ ഈ ആറ്റം ബോംബ് കാണിക്കാം എന്നാണ് അവനും ജെന്നി കൂടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഇപ്പോൾ ജോണിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ഞെട്ടലായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അവനാണ് ആ പ്ലൂട്ടോണെ അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയത് എന്ന കാര്യമൊക്കെ ജോൺ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്ന് അതിന്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൻ റിസർച്ച് ചെയ്ത പേപ്പറുകളും അതേപോലെ ഉപയോഗിച്ച പ്ലൂട്ടോണിയത്തിന്റെ ബാക്കിയൊക്കെ അവർ കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം അവരിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ റിസർച്ച് പേപ്പറുകളൊക്കെ ജോൺ കാണുമ്പോൾ അയാൾക്ക് ഞെട്ടലല്ല, അയാൾക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഇത്രയും ചെറുപ്പത്തിൽ പോൾ ഇതൊക്കെ ചെയ്തതെന്ന് ആലോചിച്ചിട്ട്. ഇതേസമയം തന്നെ പോളും ജെന്നിയും ആ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ്. കുറേയേറെ പിള്ളേർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനിടയിൽ 4 പിള്ളേർ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. അത് വെച്ച് അവർ ആ കുട്ടികളെ മൊത്തം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവൈസിന്റെ പ്രത്യേകത, ദൂരെ നിന്ന് ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പിള്ളേർക്കും കേൾക്കാൻ പറ്റും. ഇപ്പൊ അവരത് വെച്ച് നോക്കുന്നത് പോളിനെയും ജെന്നിയാണ്. പോൾ ഇപ്പൊ ജെന്നിയുടെ അടുത്ത് പറയുന്നത്, നമ്മുടെ കണ്ടുപിടുത്തി ഈ എക്സിബിഷനിൽ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രൈസ് നമുക്കായിരിക്കും കിട്ടുക. ആ പ്രൈസ് മേടിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ പത്രക്കാരുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവരെ അറിയിക്കാം. ആ ഒരു പ്ലാനാണ് പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നൊക്കെ ഇപ്പൊ ഈ പിള്ളേരും കേട്ടു. അങ്ങനെ പോളും ജെന്നിയും ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലേക്ക് ചെന്നു. അവിടെ വെച്ചിട്ട് അവർ ആ പിള്ളേരെ പരിചയപ്പെടുകയും ചെയ്തു. ഇതേസമയം തന്നെ ജോൺ ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ ന്യൂയോർക്കിലേക്ക് എത്തി. ഇപ്പൊ ആർമിയുടെ കേണലാണ് അയാളെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ആർമിക്കാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവരാണ് ഈ അന്വേഷണം ലീഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പോളിനെ പിടിക്കണം, അതാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പോളും ജെന്നിയും ഇപ്പൊ അവരുടെ ഹോട്ടൽ റൂമിലിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവർ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മിലിറ്ററിക്കാർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ പോളിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ സമയം ഇതെല്ലാം ഇപ്പുറത്തെ റൂമിലിരുന്ന് ആ പിള്ളേരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മിലിറ്ററി കേണൽ ഇപ്പോൾ പോളിന്റെ അടുത്ത് പറയുന്നത്, നീ ആ പ്ലൂട്ടോണിയം മോഷ്ടിച്ചിരിക്കുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ നിന്നാണ്. അത് വെച്ചിട്ട് നീ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി എന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് അത് തിരിച്ചു തരുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെയാണ് കേണൽ പറയുന്നത്. എന്നാൽ ഈ സമയം ജെന്നി അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അവർ ഒരു വിധേനെ അടുക്കത്തില്ലാതെ മനസ്സിലാവുമ്പോൾ ജോൺ ഇപ്പൊ കേണലിന്റെ അടുത്ത് പറയുന്നത്, ഞാൻ പോളിനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണ്. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ജോൺ ഇപ്പൊ പോളിനെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. അയാൾ ആ ബോംബ് തിരിച്ചു മേടിക്കാൻ വേണ്ടി അയാളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവനോട് പറഞ്ഞു നോക്കി. എന്നാൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അവന്റെ കോൺഫിഡൻസ് അവൻ മൈനർ ആണെന്നുള്ളതുകൊണ്ടാണ്. അവന് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അവനെ പിടിക്കത്തില്ല എന്നവൻ നല്ല ഉറപ്പുണ്ട്. ആ കാര്യം അവൻ പറയുമ്പോൾ ജോൺ പറയുന്നത്, പോലീസുകാർ നിന്നെ പിടിക്കത്തില്ലായിരിക്കും, പക്ഷെ ഇത് മിലിറ്ററിക്കാരാണ്. അവർ നിന്നെ പിടിച്ചോണ്ട് പോയിട്ട് കൊന്നു കളഞ്ഞാൽ പോലും ഒരാൾ പോലും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഇത് നാഷണൽ സെക്യൂരിറ്റിന്റെ പ്രശ്നമാണ്. വളരെ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് നീ അവിടെ നിന്ന് അടിച്ചോണ്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു സാധനം നിന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു യുദ്ധത്തിന് വരെ കാരണമായേക്കും. കാരണം ആറ്റം ബോംബാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കുട്ടിയുടെ തിരിച്ചതാ. അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചു തരാം എന്നവൻ സമ്മതിച്ചു. അങ്ങനെ അവൻ അവരെയും കൂട്ടി നേരെ പോകുന്നത് അവർ വന്ന കാറിന്റെ അടുത്തേക്കാണ്. അതിന്റെ ഡിക്കിക്കകത്താണ് അവൻ ആ ബോംബ് വെച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഡിക്കി ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് ആ ബോംബ് ഉണ്ടായിരുന്നില്ല. അത് ആ പിള്ളേരാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതവിടെ കാണാത്തോണ്ട് കേണൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഈ സമയം അവൻ ആണിട്ട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് തന്നെയാണ് വെച്ചതെന്ന്. എന്നാൽ അയാൾ അത് വിശ്വസിക്കുന്നില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെയും പിടിച്ചോണ്ട് പോവാണ്. എന്നാൽ അവൻ പറഞ്ഞത് സത്യമാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി. പക്ഷെ അയാൾ എത്ര പറഞ്ഞിട്ടും ആ കേണൽ കേൾക്കുന്നില്ല. ഈ സമയം മിലിറ്ററിക്കാർ അവനെ പിടിച്ചോണ്ട് പോകുമ്പോൾ പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ജോണിന്റെ അടുത്ത് പോയിട്ട് അത് അന്വേഷിക്കാൻ. അതൊരു മരത്തിന്റെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മിലിറ്ററിക്കാർ അവനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരെന്ത് ചോദിച്ചിട്ടും അത് എവിടെയാണുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ സമയം അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ മയക്കാൻ വേണ്ടി ഒരു സിറിഞ്ച് എടുത്തു. അത് കണ്ടതും അവൻ കുതറാൻ തുടങ്ങി. എന്നാൽ എല്ലാവരും കൂടെ അവനെ പിടിച്ച് അവരത് ബലമായിട്ട് കുത്തിവെക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് അവിടുത്തെ കറണ്ട് പോകുന്നത്. അതിനെ തുടർന്ന് പിള്ളേർ അങ്ങോട്ട് കയറി വന്നു. അവരവിടേക്ക് മൊത്തം പുകയടിക്കാൻ തുടങ്ങി.
അങ്ങനെ എല്ലാവരെയും അവിടുന്ന് മാറ്റിയതിനു ശേഷം അവർ പോളിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ വേറൊരുത്തൻ ജെന്നിയും കൊണ്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവരെ രണ്ടുപേരും ആ ബിൽഡിങ്ങിന്റെ വെളിയിലേക്ക് ഇറക്കുകയാണ്. അതിനെ തുറന്ന് അവരൊരു ടാക്സിയിൽ കയറി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. അവിടെ എത്തിയതിനു ശേഷം അവരൊരു ബസ്സിന്റെ അകത്ത് കയറുകയാണ്. അങ്ങനെ സമയം രാത്രി. മിലിറ്ററിക്കാരിപ്പോൾ പോളിന്റെ വീട്ടിലേക്ക് എത്തി. അവരുടെ കൂടെ ജോണും ഉണ്ട്. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്ന കണ്ട് എലിസബത്ത് ആണെങ്കിൽ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അവൾ എന്താണ് കാര്യം എന്ന് ജോണിന്റെ അടുത്ത് ചോദിച്ചു. ജോൺ പറയുന്നത് ഒന്നുമില്ല, നീ പേടിക്കണ്ട, ഇത് പോൾ ഒപ്പിച്ചൊരു പണിയാണ്, അവരിവിടെ സെർച്ച് ചെയ്തിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ മിലിറ്ററിക്കാർ അവരുടെ വീട് മൊത്തം അരിച്ചു പെറുക്കാൻ തുടങ്ങി. അതിനിടയിൽ 2 പേര് എലിസബത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവർ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. കാരണം പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആറ്റം ബോംബാണല്ലോ, അതുകൊണ്ട് അവൻ ടെററിസ്റ്റ് ആണ് എന്നാണ് ഇവർ സംശയിക്കുന്നത്. ഈ സമയം ജെന്നിയും പോളും ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ജെന്നി ഉറങ്ങി, പോളും ഉറക്കമായിരുന്നു. എന്നാൽ അവൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവന്റെ മുമ്പിൽ ഒരാൾ TV കാണുന്നുണ്ട്. അതിലെ വാർത്ത അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ ഫോട്ടോ കാണിച്ച് അവനൊരു ടെററിസ്റ്റ് ആണ്, അവൻ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് TV കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരൊരു ഗോഡൌൺ കണ്ടു. ഇന്ന് രാത്രി തങ്ങാൻ വേണ്ടി അവർ അതിന്റെ ഉള്ളിലേക്ക് കയറാണ്. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അത് ഫ്രൂട്ട്സിന്റെ ഗോഡൌൺ ആണ് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഭക്ഷണത്തിന് അവർക്ക് ബുദ്ധിമുട്ടില്ല. ഈ സമയം പോളാണെങ്കിൽ നല്ല കോൺഫിഡൻസിലാണ്, ഇതെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന ഉറച്ച വിശ്വാസം അവനുണ്ട്. എന്നാൽ ജെന്നിക്കാണെങ്കിലോ നല്ല പേടിയും. അതെല്ലാം കാണുമ്പോൾ നീ പേടിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഗോഡൌണിന്റെ ഒരു ട്രക്ക് അവിടെ ഉണ്ടായിരുന്നു. അവർ വേഗം അത് കുത്തി തുറന്ന് ആ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോയി. ഇതേസമയം തന്നെ മിലിറ്ററിക്കാരെല്ലാം ഇപ്പോഴും പോളിന്റെ വീട്ടിൽ തന്നെയാണ്. അതിനിടയിലാണ് പോളിന്റെ കോള് വരുന്നത്. ഇതിപ്പം അവർക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. എലിസബത്ത് ഫോൺ എടുത്ത ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ ഇത്രയും പേരുണ്ട്, അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതേക്കുമ്പോൾ അതെന്തായാലും നന്നായി. പിന്നെ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് സംസാരിക്കാനുള്ളത് ജോണിന്റെ അടുത്താണ്. നോക്കൂ മിസ്റ്റർ ജോൺ, ആ ബോംബ് ഞാൻ തിരിച്ചു തരാം. പക്ഷെ അതിനു പകരം നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ആ ലാബ് എവിടെയാണ്, എന്താണ് അതിനകത്ത് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ എനിക്ക് ഒപ്പിട്ട് തരണം. എന്റെ ആ ലാബിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അവൻ അത് പറയുമ്പോൾ ലാബിലേക്ക് വരാനോ? എന്തിനാണ് ലാബിലേക്ക് വരേണ്ടത്? ആവശ്യമുണ്ട് ജോൺ, എനിക്ക് ആ ലാബിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോരെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും. ഓൾറെഡി നിങ്ങൾ എന്നെ ഒരു ടെററിസ്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അവന്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ജോണിന് ശരിക്കും പേടിയായി. അവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ പോളും ജെന്നിയും വേഗം തന്നെ ലാബിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ലാബിന്റെ കുറെ മുന്നിലെത്തി കഴിയുമ്പോൾ അവർ വണ്ടി നിർത്തി. എന്റെ പോൾ ഇറങ്ങി. അവൻ കൊണ്ടുപോകുന്നില്ല. അവനിപ്പോൾ അവളോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്, നീ വേഗം ചെന്ന് ഫോൺ ചെയ്യാൻ നോക്ക്. അവളത് സമ്മതിച്ചു. മാത്രമല്ല അവളുടെ ക്യാമറ എടുത്തിട്ട് അവൾ അവന്റെ കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൻ ആ ബോംബ് അടങ്ങിയ പെട്ടിയുമായിട്ട് ആ ലാബിലേക്ക് നടക്കാൻ തുടങ്ങി. അവൻ ആ ഗേറ്റിന്റെ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ കുറെ മിലിറ്ററിക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ അവനങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരു മിലിറ്ററിക്കാരൻ അവന്റെ കയ്യിലെ പെട്ടി സ്കാൻ ചെയ്യാണ്. ആ സ്കാനിങ്ങിൽ നിന്നും അതിനകത്ത് ബോംബാണ് എന്ന കാര്യം കൺഫേം ആയി. അങ്ങനെ പോള് ഗേറ്റിന് അങ്ങോട്ട് എത്തുമ്പോൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ജോൺ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ചോദിച്ച പോലെ തന്നെ അയാൾ സൈൻ ചെയ്ത ആ പേപ്പർ എടുത്ത് അയാൾ അവന് കാണിച്ചു കൊടുത്തു. അവനത് ഓക്കെയാണ്. അതൊന്ന് നോക്കിയതിന് ശേഷം അവൻ പറയുന്നത്, ഇനി നമുക്ക് അകത്തേക്ക് പോവാം, എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടെന്നാണ്. അയാളത് സമ്മതിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടെ ലാബിലേക്ക് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ജോൺ ചില കാര്യങ്ങളൊക്കെ പോളിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല, ഇവിടെ നടക്കുന്ന എന്താണെന്ന് ജനങ്ങൾ അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് അവൻ ഇതിന് മറുപടി പറയുന്നത്. ഈ സമയം അവർ നടക്കുന്ന വഴിക്കൊക്കെ ആ കേണൽ പട്ടാളക്കാരങ്ങനെ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ആ ലാബിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് സ്നൈപ്പേഴ്സും അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ജെന്നി ആണെങ്കിൽ ഒരു ഫോൺ ബൂത്തിലേക്ക് എത്തി. എന്നിട്ട് അവള് ഫോൺ എടുത്ത് അവളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. മാക്സ് എന്നാണ് അവന്റെ പേര്. ജെന്നിയാണ് വിളിക്കുന്നതെന്ന് അറിയുമ്പോൾ അവൻ വളരെ വെപ്രാളത്തോടെ അവന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? നിന്റെയും പോളിന്റെയും പേര് ന്യൂസിൽ കാണിക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം? അതേക്കെന്ന് ജെന്നി പറയുന്നത്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം, എനിക്ക് വേണ്ടി നീ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. ഉടനെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ പാരന്റ്സിനെ വിളിച്ച് പറയും. മാത്രമല്ല നിനക്കറിയാവുന്ന 2 പേരെ കൂടെ വിളിക്കും. എന്നിട്ട് അവരുടെ അടുത്ത് പറയണം വേറെ 2 പേരെ കൂടെ വിളിക്കാൻ. മാത്രമല്ല ന്യൂസ് പേപ്പറിലേക്കും വിളിക്കണം, TV ചാനലിലേക്കും വിളിക്കണം. എന്നിട്ട് ഇവരോടെല്ലാവരോടും ആ ലാബിലേക്ക് വരാൻ പറ എന്ന് പറഞ്ഞ് അവൾ ആ ലാബിന്റെ അഡ്രസ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. മാക്സ് ആണെങ്കിൽ അതിന് ഓക്കെ പറയുകയും ചെയ്തു. ഇതേസമയം തന്നെ ജോണും പോളും അവിടുത്തെ കോറിഡോറിലൂടെ നടക്കുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ ഒരു സ്കാനർ ഉണ്ട്. പോൾ ആ പെട്ടിയുമായിട്ട് അതിനെ ക്രോസ് ചെയ്യുമ്പോൾ ആ സ്കാനർ ആ പെട്ടി സ്കാൻ ചെയ്തു. അതിനെ തുറന്ന് റിസപ്ഷനിലിരിക്കുന്ന കേണലിനും കൂട്ടർക്കും ആ പെട്ടിക്കകത്ത് എന്താണുള്ളത് എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്തതിൽ നിന്നും അവൻ ആ ബോംബ് കണക്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ ജോണും പോളും കൂടെ അയാളുടെ ലാബിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഒരു FBI കാരൻ തോക്കും പിടിച്ചാണ്ട് വരുന്നത്. അയാളിപ്പോ പറയുന്നത്, നോക്കപ്പോൾ ആ ബോംബ് മര്യാദയ്ക്ക് എനിക്ക് തരുന്നതായിരിക്കും നിനക്ക് നല്ലത്. അത് നീ കണക്ട് ചെയ്തിട്ടില്ല എന്ന കാര്യം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വേഗം അതങ്ങ് തന്നെ. എന്നാൽ ഇയാളുടെ ഈ ഒരു പ്രവൃത്തി ആ കേണൽ പ്ലാൻ ചെയ്തതാണ്. ഈ ഒരു മൂവ് ജോൺ തീരെ പ്രതീക്ഷിച്ചതല്ല. മാത്രമല്ല അയാൾ തോക്കെടുത്ത് കാണുമ്പോൾ അത് അപകടമാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി. അതുകൊണ്ട് ജോൺ വേഗം ചെയ്തിട്ട് അയാളെ പിടിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ലാബിന്റെ ഉള്ളിലേക്ക് ഓടി. അത് കാണുമ്പോൾ 2 സ്നൈപ്പേഴ്സും അതിനുള്ളിലേക്ക് എത്തി.
ഇതൊക്കെ കാണുമ്പോൾ പോളിന് ഒരു കാര്യം മനസ്സിലായി, എന്തായാലും തനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ബോംബ് കണക്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം കേണലാണെങ്കിൽ അയാളുടെ ബൈനോക്കുലർ വെച്ച് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റാണ് അവനതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ കീ ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ബോംബ് ആക്ടിവേറ്റ് ആവും. ഇതെല്ലാം കാണുമ്പോൾ കേണൽ ഇപ്പോൾ ജോണിനോട് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ അവൻ കേട്ടിട്ടില്ലെങ്കിൽ ആ ബോംബിൽ നിന്നും അവനിന്ന് സെപ്പറേറ്റ് ചെയ്തതാ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാതെ ജോൺ ഇപ്പോൾ പോളിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്, അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്. കുറെ സമയം ആളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവൻ ആ ബോംബ് അയക്ക് കൊടുത്തു. അതിനെ തുറന്ന് അവർ 2 പേരും വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ബോംബ് ഇപ്പോൾ ജോണിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കേണലും കൂട്ടരും അങ്ങോട്ട് വന്നു. പക്ഷെ അവരുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ ജോൺ ഒരു കാര്യം മനസ്സിലായി, പോളിന് എന്തായാലും അവന്മാർ വിടാൻ പോകുന്നില്ല. ഇമാരുടെ കയ്യിലെങ്ങാനും പോളിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ പുറലോകം കാണത്തുമില്ല. അതുകൊണ്ട് തന്നെ ജോൺ ഇപ്പോൾ കേണലിനടുത്ത് പറയുന്നത്, ഇവനെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഈ ബോംബ് ഞാൻ നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇവനെയും കൊണ്ടൊന്ന് വെളിയിലേക്ക് പോട്ടെ എന്നാണ്. അതേക്കുന്ന കേണലാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ വയർലെസ് എടുത്ത് പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാരെ വിളിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത്, ഇവർ ആ ബോംബും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു കാരണവശാലും 2 പേരും പുറത്തേക്ക് പോകരുത്, പിന്നെ ആ ബോംബിനൊന്നും പറ്റാതെ നോക്കുകയും വേണം. ആ ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് ആ പട്ടാളക്കാരൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ജോണും പോളും ആ ലാബിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയം പട്ടാളക്കാരാണെങ്കിൽ അവരുടെ സ്നൈപ്പറിൽ അവർ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. ആ ബോംബ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി. അതിലിപ്പോൾ 999 മണിക്കൂറാണ് കാണിക്കുന്നത്. എന്നാൽ വളരെ വേഗത്തിൽ അതിന്റെ ടൈം കുറയുന്നുണ്ട്. പോൾ ആ കീട്ട് തിരിച്ചിട്ടും അത് ഓഫാക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയുന്നത് അത് പ്ലൂട്ടോണിയത്തിന്റെ റേഡിയേഷൻ കാരണമാണെന്നാണ്. അങ്ങനെ ജോൺ ആ ബോംബ് മൊത്തത്തിൽ അതിന്റെ കേസിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു. ഇതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേണലും കൂട്ടരും. അയാൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഈ സമയം ജോൺ അവരോട് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ വിചാരിച്ചാലേ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. അത് സമ്മതിക്കാന്നല്ലാതെ അവർക്കും മറ്റൊരു മാർഗ്ഗമില്ല. അതിനെ തുറന്ന് അവരെല്ലാവരും തിരിച്ച് ലാബിലേക്ക് പോയി. എന്നിട്ട് എങ്ങനെ അത് ഓഫാക്കാൻ പറ്റും എന്നാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ജെന്നി പറഞ്ഞതുപോലെ മാക്സ് ഇപ്പോൾ കുറെ ആൾക്കാരെ കൂട്ടി ആ ലാബിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എലിസബത്ത് ആണെങ്കിൽ വീട്ടിലിരിക്കുന്ന മിലിറ്ററിക്കാരുടെ കണ്ണു വെട്ടിച്ച് അവളുടെ കാറും എടുത്ത് നേരെ ആ ലാബിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം തന്നെ ജോൺ ആണെങ്കിൽ ആ ബോംബ് എടുത്ത് അവിടുത്തെ ടേബിളിലേക്ക് വെച്ചു. അതിൽ ആ ടൈം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ കേണൽ ചോദിക്കുന്നത്, ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് 999 മണിക്കൂറില്ലെന്നാണ്. അതേക്കുമ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, വളരെ വേഗത്തിലാണ് സമയം താഴേക്ക് പോകുന്നത്. ഇത്രയും മണിക്കൂറൊന്നും നമുക്ക് കിട്ടത്തില്ല, കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് ജോൺ പറയുന്നത്. ഈ സമയത്താണ് പോൾ ഒരു കാര്യം പറയുന്നത്, നമുക്ക് ഈ ബോംബ് എടുത്ത് ആൾതാമസം ഇല്ലാത്ത സ്ഥലത്തേക്ക് ഉണ്ടായാലോ? അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ജോൺ പറയുന്നത്, എന്റെ പ്ലൂട്ടോണിയം റിഫൈനിങ്ങിനെ കുറിച്ച് നിനക്ക് എന്താ അറിയാം? നീ ഉണ്ടാക്കിയ ഈ ബോംബുണ്ടല്ലോ, ഇതെങ്ങാനും പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഹിരോഷിമയിലിട്ട ബോംബില്ലേ അതിന്റെ 5 മടങ്ങ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് എവിടേക്കും കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇത് ഡിസ്മാൻഡിൽ ചെയ്തേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ അതിന്റെ ഒരു വലിയ സ്ക്രൂ അഴിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അയാൾ കൊണ്ട് അത് പറ്റുന്നില്ല, അത് ജാമായി കിടക്കാണ്. അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കേണലൊന്ന് ട്രൈ ചെയ്തു, പക്ഷെ അയാളെ കൊണ്ടും പറ്റുന്നില്ല. ഈ സമയം പോള് പറയുന്നത്, എന്നാൽ പിന്നെ നമുക്ക് അതിന്റെ മിഡിൽ ഭാഗം ഡിസ്മാൻഡിൽ ചെയ്യാന്നാണ്. അത്രയും പറഞ്ഞിട്ട് അവൻ അതിന്റെ പണി തുടങ്ങി. അങ്ങനെ ആ കാര്യം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതിന്റെ വയറ് ഡിസ്കണക്ട് ചെയ്യാം എന്നാണ് പോള് പറയുന്നത്. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവൻ ആ വയറ് ഡിസ്കണക്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ജോൺ ആണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. പെട്ടെന്ന് അയാൾ പോളിനെ വിളിച്ചു, ഒരു കാരണവശാലും ഡിസ്കണക്ട് ചെയ്യല്ലേ, നീ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റെഗുലർ ഫോട്ടോഗ്രാഫിക് സ്ട്രോബ്സ് അല്ലേ, അതിനൊരു പ്രശ്നമുണ്ട്. അതൊരിക്കൽ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ നീ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിലും ഇത് ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഡിസ്ചാർജ് ആവും. അതായത് നീ ഇപ്പം ഇതിന് അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാലും ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അൺപ്ലഗ് ചെയ്യാൻ വരട്ടെ, എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ജോൺ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം അയാൾ പറയുന്നത്, ഇതിനിപ്പോൾ ആകെ ഒരൊറ്റ വഴിയുള്ളൂ, ആ ഫോട്ടോസ്ട്രോബ്സിൽ നിന്നും എക്സ്പ്ലോസീവ്സിലേക്ക് പോകുന്ന വയറുകൾ കട്ട് ചെയ്യണം. അത്രയും പറഞ്ഞിട്ട് എത്ര വയറുകളാണ് അവൻ കൊടുത്തിരിക്കുന്നത് എന്നാൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. മൊത്തം 6 വയറുകളാണുള്ളത്. അതെല്ലാം ഒരുമിച്ച് ഒരേ സമയം കട്ട് ചെയ്യണം. അതിനൊരാളെ കൊണ്ട് പറ്റത്തില്ല, 6 പേര് ഒരേ സമയം ഓരോ വയറുകൾ വെച്ച് കട്ട് ചെയ്യണം. ജോൺ അത് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഇപ്പൊ കട്ട് ചെയ്യാനുള്ള പ്ലെയർ എടുത്തു. പക്ഷെ 5 പ്ലെയറെ അവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ പ്ലെയർ അന്വേഷിച്ചിട്ട് വേറെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് അതിനിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് എന്റെ കയ്യിൽ ഒരു നെയിൽ കട്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോൾ ആ നെയിൽ കട്ടർ എടുക്കുന്നത്. ആ വയറ് കട്ട് ചെയ്യാൻ അത് മതി. ഇപ്പൊ സമയമാണെങ്കിൽ 300 മിനിറ്റാണ് കാണിക്കുന്നത്. വളരെ കുറച്ച് നേരം കൊണ്ടാണ് 999 നിന്നും 300 മിനിറ്റിലേക്ക് എത്തിയത്. ഇതിൽ നിന്ന് അറിയാലോ എത്ര സ്പീഡിലാണ് സമയം താഴുന്നതെന്ന്. അങ്ങനെ ജോൺ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. 5 4 3 2 കട്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാവരും ഒരേ സമയം ആ വയറ് കട്ട് ചെയ്തു. അതോടുകൂടെ ബോംബ് ഓഫ് ആവുകയും ചെയ്തു. അത് ഓഫായത് കണ്ട് എങ്ങോട്ടോ പോയ ജീവൻ തിരിച്ചു പിടിച്ച അവസ്ഥയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോൺ പോളിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് കേണൽ വിളിക്കുന്നത്. ആ വെളിയിൽ തന്നെ പോളിനെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്ന കാര്യം ജോണിന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ വേഗം ചെന്ന് ആ ലാബിന്റെ ഷട്ടർ പൊക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ജെന്നിയും കൂട്ടരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മിലിറ്ററിക്കാർക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പോള് വേഗം ഓടി ചെന്നിട്ട് ആ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അതിന് തുറന്ന് ജെന്നി ഓടി വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. ബാക്കിയുള്ള എല്ലാവരും നേരെ ലാബിന്റെ അകത്തേക്ക് ഓടി പോവാണ്.
ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം കേണലിന് മനസ്സിലായി. അതുകൊണ്ട് ആരും കാണാതെ അയാൾ നൈസായിട്ട് അയാളുടെ ഹെലികോപ്റ്ററിലേക്ക് കയറി. ഈ സമയമാകുമ്പോഴേക്കും എലിസബത്ത് അങ്ങോട്ടെത്തി. അവളും വന്ന ഉടനെ തന്നെ പോളിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കും ശരിക്കും സമാധാനമായി. അങ്ങനെ അവനെ അവിടുന്ന് മാറ്റിയതിനു ശേഷം അവൾ നേരെ പോകുന്നത് ജോണിന്റെ അടുത്തേക്കാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതേക്കുന്ന് ജോൺ പറയുന്നത് അതൊക്കെ വലിയ കഥയാണ്, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് അവർ വെളിയിലേക്ക് ഇറങ്ങാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.